അടുത്തൊരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത് വളരെ പ്രസിദ്ധമായ സിയാദ് കോക്കറിന് വേണ്ടിയിട്ടാണ്. കോക്കേഴ്സ് ഫിലിം, സത്യനന്ദിക്കാരൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ബാനറാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത്. അത് പുതിയൊരു എഴുത്തുകാരനാണ്. അത് സിയാദ് കോക്കറുമായിട്ട് അടുപ്പമുള്ള ജെ പള്ളാശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ്. ഒരു ഇംഗ്ലീഷ് ഒരു ത്രെഡിൽ നിന്ന് എടുത്തതാണത്. അദ്ദേഹം എന്ന ഇദ്ദേഹം, അതാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ അതിന് പല ചർച്ചകളും പലപ്പോഴും നമ്മൾ സിയാക്കയുടെ വീട്ടിലിരുന്നാണ് ഈ പല ചർച്ചകളും. അദ്ദേഹം ഈ സ്ക്രിപ്റ്റിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആവുന്നൊരു പ്രൊഡ്യൂസറാണ്. മറ്റ് പ്രൊഡ്യൂസേഴ്സിനെ പോലെയല്ല, കഥാ ചർച്ചകളിലും എല്ലാത്തിലുമൊക്കെ ഇൻവോൾവ് ചെയ്യും. രാവിലെ തൊട്ട് മിക്കവാറും അവിടെ പോയി ചർച്ച ചെയ്യും. അവിടെ നിന്ന് തന്നെ ഊണ് കഴിക്കുന്നു. സിയാക്കയുടെ വൈഫ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. അതെല്ലാം കഴിച്ച് വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സിനിമയാണ് അദ്ദേഹം എന്ന ഇദ്ദേഹം. അതും ഈ പറഞ്ഞ പോലെ ജഗദീഷും സിദ്ദിഖുമാണ് അതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പം സിയാക്കയുടെ ഒരു സ്ഥിരം മ്യൂസിക് ടീമാണ് കൈതപ്പുറം ജോൺസൺ. സത്യനന്ദിക്കാരൻ്റെ എല്ലാ സിനിമകളിലൊക്കെ അവരുടെ ആ ഗ്രൂപ്പാണ്. അങ്ങനെ അവർ തന്നെയാണ് അതിൽ ഒറ്റ പാട്ടേ ഉള്ള സിനിമയിൽ, പ്രിയേ എന്ന് തുടങ്ങുന്നൊരു പാട്ട്. അത് കൈതപ്പുറം എഴുതി, ജോൺസൺ മ്യൂസിക് ചെയ്തു, ദാസേട്ടനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഒറ്റ പാട്ടേ പടത്തിലുള്ളൂ. ആ പാട്ട് പക്ഷേ വളരെ രസകരമായ സിറ്റുവേഷനാണ് ആ പാട്ട്. ആ പാട്ടിലൂടെ ഒരാളുടെ മൊത്തം ജീവിത കഥയാണ് പറയുന്നത്. ഒരുപാട് പേര് എന്നെ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തൊരു പാട്ടാണ്. കാര്യം ഒരാൾ അയാളുടെ ഒരു കാലഘട്ടം മൊത്തം ഒരു പാട്ടിലൂടെ പറഞ്ഞു പോകുന്ന, അത് രസകരമായ പാട്ട് വന്നിട്ടുണ്ട്. നല്ല പാട്ടുമാണ് അത്. ഒരുവിധം നല്ലൊരു പിക്ചറൈസേഷൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അദ്ദേഹം എന്ന സിനിമ അതിന് ആ സമയത്തൊരു അതിനകത്തൊരു രസകരമായൊരു കാര്യമുള്ളത്, അതിൽ ഒരു പ്രധാന കഥാപാത്രം നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് പഴയ നടനായ പറവൂർ ഭരതനാണ്. അദ്ദേഹമൊക്കെ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ സിനിമയായിട്ട് ഒരുപാട് ഡെഡിക്കേഷനുള്ള പഴയ കാലത്തെ ഒരാക്ടറാണ്. അപ്പോൾ അദ്ദേഹം അതിൽ ചെയ്തിരിക്കുന്ന ഒരു മിലിറ്ററി റിട്ടയേർഡ് കേണലിൻ്റെ ഒരു റോളാണ്. അപ്പോൾ അതിൽ ആദ്യം അഭിനയിക്കാൻ വരുന്ന ദിവസം, അദ്ദേഹത്തിന് മേക്കപ്പൊക്കെ ഇട്ട് വന്നു. സീനൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ സീനൊക്കെ വായിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പ് മാൻ ഓടി എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഞങ്ങൾ വേറെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുക. പറഞ്ഞു, സാറേ ആ പരതേട്ട് ഇറങ്ങി പോകാൻ പോകുന്നു, അഭിനയിക്കുന്നില്ല എന്ന് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്തു പറ്റി? എനിക്കറിയില്ല സാർ, ഞാൻ മേക്കപ്പൊക്കെ ചെയ്തതാണ്, കോസ്റ്റ്യൂമും കൊടുത്തതാണ്, കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നോക്കി, ഇപ്പോൾ എല്ലാം ഊരി വെച്ചിട്ട് പുള്ളിയുടെ ഡ്രസ്സ് ഇട്ട് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ എന്താണെന്നറിയാം. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 വീടിന് അപ്പുറത്തുള്ളൊരു സ്ഥലത്താണ്. 2 വീടിന് അപ്പുറത്തെ സ്ഥലത്താണ് ഇത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരദേട്ടനെ പോലെ വളരെ സീനിയറായിട്ടൊരു ആക്ടർ. അതിന് മുമ്പ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പടത്തിൽ, ഫസ്റ്റ് പടം മിസ്റ്റർ ഡേവിഡിൽ ഭരതേട്ടനൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം ഭരതേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. അപ്പം ഭരതേട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാൻ നിൽക്കുന്നു. ഞാൻ എന്തൊരു ഭരതേട്ടാ? അയ്യോ സാറേ. അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ്, വളരെ ബഹുമാനത്തോടെയാണ്. സാറേ ക്ഷമിക്കണം, എന്നെ ഒന്ന് ഒഴിവാക്കണം, എനിക്കിത് പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്തു വരും ഭരതേട്ടാ, എന്താ പ്രശ്നം? ഭരതേട്ടൻ പറഞ്ഞില്ല, ഓക്കെ ആക്കിയതല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതല്ലേ, ഞാൻ ആ സീൻ എനിക്ക് വായിക്കാൻ തന്നു, അതിലെനിക്കൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന്. ഞാൻ എന്തു പറ്റിയത് നോക്കിയപ്പോൾ അതൊരു മിലിറ്ററി റിട്ടയേർഡ് കേണലാണല്ലോ. അപ്പോൾ പുള്ളി അതൊരു പത്രം ഇങ്ങനെ നോക്കിയിട്ട് അന്നത്തെ ഒരു ഇഷ്യൂവിനെ വെച്ചിട്ട് ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ് എന്ന് പുള്ളിയുടെ ഒരു കമൻ്റാണ്. ഈ കമൻറ്റ് പറഞ്ഞിട്ട് അപ്പോൾ മോളിറങ്ങി വരും. എന്താ വെച്ചാൽ ചോദിക്കുമ്പോൾ, കണ്ടില്ലേ ഈ ഇങ്ങനെ ആൾക്കാർ അല്ലേ ഈ നാട്ടിലുള്ളത് എന്നാ പറഞ്ഞ് പുള്ളി പറയുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ പ്രശ്നം? എനിക്ക് ആ ഇംഗ്ലീഷ് എനിക്ക് പറയാൻ അറിയില്ല, എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ് എന്നുള്ളൊരു വാക്ക് പാവം എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നോക്കി, ശരിയാവുന്നില്ല സാറേ, അത് എല്ലാവരും മുമ്പ് വെച്ച് എനിക്കത് ചമ്മലാവും, അതുകൊണ്ട് സാർ എന്നെ ഒന്ന് ഒഴിവാക്കണം, വേറെ ആരെങ്കിലും വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി, ഒരു വാക്കിന് വേണ്ടിയിട്ട് ഒരു ആക്ടറെ മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും അത് എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഭരതേട്ട ഒരു കാര്യം ചെയ്യും, ഭരതേട്ടത് പറയണ്ട, ഞാനത് മാനേജ് ചെയ്തോളാം, പോരെ. അല്ലാതെ എങ്ങനെ? ഞാൻ അതൊന്നും ഭരതേട്ടൻ അറിയണ്ട, ഭരതേട്ടൻ ആ വാക്ക് പറയണ്ട, ബാക്കി നായി വന്ന് മകൾ വന്ന് ചോദിക്കുമ്പോൾ ബാക്കി ഡയലോഗ് പറഞ്ഞാൽ മതി. അങ്ങനെ ഉറപ്പാണല്ലോ, എന്നെ നാണം കെടുത്തരുത് ആൾക്കാരെ മുമ്പ് വെച്ച്. നമ്മൾ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഷോട്ട് എടുക്കാൻ നേരത്ത്
അപ്പം ഭരതേട്ടൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ആ ഷോട്ട്. പത്രം വായിച്ചിട്ട് അതിനകത്തൊരു കമൻറ്റ് പറയുന്നതാണ്. അപ്പം ഓപ്പോസിറ്റ് നായിക വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പത്രം ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചാൽ മതി, നായിക വരുമ്പോൾ എന്താച്ചാന്ന് ചോദിക്കുമ്പോൾ പത്രം മാറ്റിയിട്ട് ബാക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഭരതേട്ടൻ അങ്ങനെ ബാക്കി മലയാളത്തിലുള്ള ബാക്കിയൊക്കെ പറഞ്ഞു. അപ്പം ഈ ഒരു വാക്ക് മാത്രം, അപ്പോൾ ഭരതേട്ടൻ്റെ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് പറ്റി ഞാൻ ആൾക്കാരെ നോക്കി. അവസാനം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നടൻ സിദ്ദിഖാണത് ഭരതേട്ടൻ്റെ ശബ്ദത്തിൽ ആ ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ് എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം ഭരതേട്ടൻ തന്നെ ഡബ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം, എനിക്ക് ആ ഡയലോഗ് പറയാൻ പറ്റില്ല, അത് മാറ്റൂ, വേറെ എന്തെങ്കിലും ആക്കുമെന്ന് പറയാം. പക്ഷേ അവർ അത് പറയാൻ മടിച്ചിട്ട്, ഡയറക്ടറോടോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ മടിച്ചിട്ട് ആ ക്യാരക്ടർ തന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്നുള്ളതാണ്. അപ്പം ഭരതേട്ടന് ഞാൻ ആ ഒരു സാന്ദർഭികമായിട്ടത് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം എന്ന സിനിമ ഒരു നല്ല വിജയമായിരുന്നു. ഒരു ഓണക്കാലത്താണ് റിലീസ് ചെയ്തത്. അതിൽ വേറൊരു ഇൻസിഡൻറ്റ് കൂടെ ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, സിദ്ദിഖും ജഗദീഷുമാണ് അതിലൊരു പ്രധാന കഥാപാത്രങ്ങളായി വന്നത്. അതിൽ സിദ്ദിഖിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തന്നെ ഒരു സോങ്ങിലൂടെ പറഞ്ഞു. അപ്പോൾ അയാളൊരു ക്രിമിനലായിരുന്നു. അയാളൊരു വിവാഹം കഴിച്ചുകൂടി ആ ക്രിമിനൽ ഇതൊക്കെ മാറി അയാൾ ജയിലിൽ പോയി, എല്ലാ ശിക്ഷ കഴിഞ്ഞു, മാനസാന്തരപ്പെട്ടു, പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളാണ്. പക്ഷേ ഇയാൾ അറിയാതെ ചെന്ന് ഇയാൾ ക്രൈമിൽ പെടുന്നു. കാര്യം, ഒരിക്കൽ കുറ്റവാളിയായവൻ എത്ര നല്ലവനായാലും അവൻ ആദ്യം കുറ്റവാളിയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ആ കഥ വരുന്നത്. അങ്ങനെ ഇയാളുടെ തലയിലേക്ക് തന്നെ, ഇയാൾ നിരപരാധിയായ അയാളുടെ തലയിലേക്കൊരു കുറ്റാരോപിതനാകുന്നു അയാൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാളുടെ ശ്രമവും, അതിൽ ജഗദീഷിനോട് വന്ന് പെട്ടിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നതും, ഓട്ടോറിക്ഷ മറിഞ്ഞ് രണ്ടൊരു അപകടത്തിൽപ്പെടുന്നതാണ് ആ സീക്വൻസ്. അപ്പോൾ അത് നമ്മൾ അതിനുവേണ്ടി ഡ്യൂപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊരു പിടിവലിയിലിടയിൽ, നമ്മൾ എറണാകുളം കാക്കനാട് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്, അറിയാതെ ആട്ടോ മറിഞ്ഞുപോയി. സത്യത്തിൽ എല്ലാവരും ഒന്ന് പേടിച്ചുപോയി. കാര്യം, സിദ്ദിഖ് ഓടിക്കുമ്പോൾ ജഗദീഷ് ബാക്കിൽ ഓട്ടോ കയറിയിട്ട് സിദ്ദിഖിൻ്റെ കഴുത്തിൽ കൈയൊക്കെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നതാണ്. നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ആ സ്ട്രഗിളിൻ്റെ ഇടയിൽ ആ വണ്ടി മറിയേണ്ട സീക്വൻസ് ഉണ്ട്. അതിനുവേണ്ടി ഡ്യൂപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ ഈ സമയത്ത് അറിയാതെ ഈ ഓട്ടോ മറിയണം. മറിഞ്ഞൊരുവിധം നല്ല ഹൈറ്റിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു. ഞങ്ങളെല്ലാം ആപ്പടന്ന് ഭയന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് യാതൊരു മുറിവോ ചതവോ ഒന്നും ഉണ്ടായില്ല. ഒരു അത്ഭുതം എന്ന് പറയാം. താഴെ വീണതും അങ്ങനെ ഒരു കുറേ ചെടികളുടെ ഇടയിലാണ്. അതുകൊണ്ട് അവിടെ പാറയോ കല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിക്കകത്തു നിന്നൊന്നും കുത്തി കയറുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ കൊണ്ട് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ സീൻ അങ്ങനെ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറിയുന്ന ഒറിജിനലായിട്ട് തന്നെ സിനിമ കാണുമ്പോൾ അറിയാം, മറിയുന്നത് ഒറിജിനൽ തന്നെയാണ്. സിദ്ദിഖും ജഗദീഷും തന്നെയാണ് ആ വണ്ടിക്കകത്തുള്ളത്. ആ വണ്ടി മറിയുന്ന ഷോട്ട് ഇപ്പോഴും ഉണ്ട് ആ പടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ആ പടം റിലീസായി. അതൊരു നന്നായിട്ട് കളക്ട് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമ ആ സമയത്ത് തന്നെ കമ്മിറ്റ് ചെയ്യുന്നതാണ്. വലിയൊരു സിനിമ, ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയൊരു സിനിമ ആ സമയത്ത് കമ്മിറ്റ് ചെയ്യുന്നതാണ് ജനം എന്ന സിനിമ. അത് ശ്രീ മാണി സി കാപ്പനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ. അദ്ദേഹം മേലേപ്പറമ്പിൽ ആൺവീട് എന്നൊരു സിനിമ ചെയ്തിട്ട് രണ്ടാമത് ചെയ്യുന്ന സിനിമയാണത്, ജനം. അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്ന അതിൽ ആ കഥ, ആ ജനത്തിൻ്റെ കഥ എന്നോട് പറയുന്നതും ഈ മാണി സി കാപ്പനെ എന്നോട് കൊണ്ടുവരുന്നതും നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു വലിയ ലീഡറായിരുന്ന സി കെ ജീവനാണ്. സി കെ ജീവനുമായിട്ട് ഞാൻ വലിയ അടുപ്പമായിരുന്നു. കോട്ടയത്തുകാരനാണ് പുള്ളി. നല്ല അടുപ്പമുണ്ടായിരുന്നു. സി കെ ജീവനാണ് ഇങ്ങനൊരു കഥ, ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്, ടോട്ടലി പൊളിറ്റിക്കൽ സിനിമ. അത് ഇങ്ങനെ കഥ എന്ന് പറഞ്ഞു. കഥയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ജീവൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഒരു 5 സിനിമ എടുത്താലും ആ സ്ക്രിപ്റ്റ് തീരില്ല. അത്രത്തോളം ഉണ്ട് ആ സ്ക്രിപ്റ്റ്. അപ്പോൾ അത് എങ്ങനെ ചുരുക്കും, ഒരു സിനിമയിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കാര്യം, എല്ലാം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാ പാർട്ടികളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ്, ഒരുപാട് ഇൻസിഡൻസ്. ഇതെങ്ങനെ ഒരു സിനിമയ്ക്കകത്തേക്ക് ഒതുക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കലാകുമ്പോഴത്തേക്കും
പിന്നെ ഞാനൊന്നും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിനിമ ചെയ്ത പരിചയം എനിക്കില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഇത് ആരെ കൊണ്ടൊന്ന് റീറൈറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ആരെ കൊണ്ട് ഇതൊന്നൊന്ന് ഒതുക്കിയെടുപ്പിക്കും എന്നുള്ളൊരു ആലോചനയിൽ ഒടുവിൽ ദാമോദരൻ മാഷിലേക്ക് എത്തുകയാണ്. അന്ന് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ എഴുതുന്നതും കൃത്യമായ ഒരു രീതിയിലേക്ക് സിനിമകളെ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ് ദാമോദരൻ മാഷ്. അങ്ങനെ മാഷിനെ പോയി കണ്ട് ഞാനും സി കെ ജീവനും കൂടെ വിഷയം പറയുകയും ആദ്യമൊക്കെ മാഷ് എതിർത്തെങ്കിലും ഒടുവിൽ മാഷ് സമ്മതിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. അതിൽ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്ന മുരളിയാണ്. അന്ന് മുരളി വളരെ പ്രോമിസിങ് ആയിട്ട് ഹീറോ ആയിട്ട് കയറി വരികയാണ്. മുരളിയുടെ ഒരുപാട് പടങ്ങൾ ഹിറ്റ്. അങ്ങനെ മുരളി നിൽക്കുന്ന സമയത്ത് മുരളിയാണ് ആ പടത്തിലെ പ്രധാന വേഷം. മുരളിയുണ്ട്, സിദ്ദിഖുണ്ട്, ജഗദീഷുണ്ട്. ഇനി അതിലില്ലാത്ത ആർട്ടിസ്റ്റുകളില്ല. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ആ സിനിമയിലുണ്ട്. പല 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 കഥാപാത്രങ്ങളായിട്ട്. നായികമാരായിട്ട് തന്നെ ഗീത, രേഖ തുടങ്ങി ഒരുപാട് നായികമാർ. അങ്ങനെയൊക്കെ ഒരു വലിയ സിനിമയായിരുന്നു അത്. അത് നമ്മൾ ഉദ്ദേശിച്ച ആ പറഞ്ഞ ഡേറ്റിൽ കൃത്യമായിട്ട് തുടങ്ങാൻ പറ്റിയില്ല. ഒരു ആഗസ്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരളിയുടെ 1-2 പടങ്ങൾ തീർന്നിട്ടില്ല. അങ്ങനെ 1.5 മാസം ഡിലേ ആയിട്ടാണ് ഷൂട്ടിങ് തുടങ്ങിയത്. അപ്പം ഈ കാപ്പൻ നിർബന്ധപൂർവ്വം പറഞ്ഞു അത് ക്രിസ്മസ് റിലീസ് ചെയ്യണം. അപ്പം ആക്ച്വലി ഒക്ടോബറിലാണ് തുടങ്ങുന്നത്. ഒക്ടോബർ തുടങ്ങിയിട്ട് ഭയങ്കര റിസ്ക്കാണ് ക്രിസ്മസ് റിലീസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അപ്പം പുള്ളി പറഞ്ഞു ഞാൻ ശരി, നമുക്കിപ്പം എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പറഞ്ഞു പിന്നെ പടമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആ സമയത്ത് പറ്റില്ല എന്ന് തോന്നുമ്പോൾ അടുത്തൊരു ഡേറ്റിലേക്ക് മാറ്റും. സാധാരണ അങ്ങനെയാണ് പതിവ്. അപ്പോൾ നമ്മളും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി അങ്ങനെ ആയിരുന്നില്ല. പുള്ളി അതിൽ വലിയ അഡമൻ്റായിട്ട് പറഞ്ഞു. അതായത് എനിക്കറിയില്ല എന്താണെന്നുള്ള അപ്പോഴത്തെ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നറിയില്ല. അവ ഇങ്ങനെ ഷൂട്ടിങ് ആണെന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇത് ക്രിസ്മസിന് റിലീസ് ചെയ്യില്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യില്ല, ഞാൻ നെഗറ്റീവ് എടുത്ത് കത്തിച്ചു കളയും എന്നാ പറഞ്ഞു. അപ്പോൾ നമുക്കൊക്കെ ഒരു ഇല്ലാത്തൊരു വിഷമമൊക്കെ ആയി. സോ ഞാൻ ശരി ഇത് വാശിങ് പടം റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു. അവസാനം നമ്മൾ ഷൂട്ടിങ്ങിന് തന്നെ 2-3 യൂണിറ്റായിട്ടൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഭയങ്കര ടെൻഷനായി. അങ്ങനെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുക. തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ വെച്ച ഷൂട്ടിങ്. 12,000 ജൂനിയർ ആർട്ടിസ്റ്റും അതിൻ്റെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അതാണ് ക്ലൈമാക്സ്. അവിടെ ഒരു വെടിവെപ്പ് നടക്കുന്നതും അങ്ങനെ ഒരു വലിയ വലിയ ക്ലൈമാക്സാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ക്രൂ എന്ന് പറയുക എൻ്റെ അസിസ്റ്റൻസ് പോലും വേറെ 2 യൂണിറ്റിൻ്റെ ഷൂട്ടിങ് നടക്കുന്നു. ഒരു സ്ഥലത്ത് ഫൈറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നു, ഒരു സ്ഥലത്ത് പാട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് അവിടെ കൂടെ വർക്ക് ചെയ്യാനും ആളില്ല. അങ്ങനെ ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ടെൻഷൻ ഇല്ല. 4-5 ദിവസമായിട്ട് ഉറക്കവുമില്ല. താര മാഷാണ് ഫൈറ്റ് മാസ്റ്റർ. അപ്പം മാഷെടുത്ത് അപ്പം ഇങ്ങനെ ആ വെടി കൊള്ളേണ്ട സീക്വൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മുരളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം മുരളിക്ക് വെടികൊള്ളണം, അതാണ് സീക്വൻസ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മാഷിന് പറഞ്ഞ ഓർമ്മ എനിക്കുള്ളൂ. അപ്പം ഞാനൊരു 4-5 ദിവസം സ്ട്രെയിനും എല്ലാം കൊണ്ട് ഞാൻ മാഷെടുത്ത് ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ മുരളി വീഴണം എന്ന് ഞാൻ പറഞ്ഞിട്ട് മാഷ് പറയുകയാണ് ഞാൻ തന്നെ അങ്ങ് സ്റ്റേജിൽ വീഴുകയാണ്. മാഷ് എന്തിനെങ്കിലും വീണത്, ഡയറക്ടർ എന്തിനാണ് വീണതെന്നുള്ളത് നോക്കി. അപ്പം പുള്ളി വിചാരിച്ച് ഞാൻ ഇങ്ങനെ അഭിനയിച്ച് വീണാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ എനിക്ക് ബോധമില്ല. എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു 5-6 ദിവസത്തെ ഉറക്കവും സ്ട്രെയിനും എല്ലാം കൂടെ കൊണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞത് 2 ദിവസം റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, തീരെ ബോഡി വീക്കാണ്. അവസാനം ട്രിവാൻഡ്രത്തൊരു ഹോസ്പിറ്റലിൽ 2 ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു വല്ലാത്തൊരു ടെൻഷനിൽ അവസാനം അതിൻ്റെ എഡിറ്റർ ശ്രീകർ പ്രസാദാണ്. അപ്പം ഒരുപാട് റഷും. ശ്രീകർ പ്രസാദ് പറഞ്ഞ് എന്താ തമ്പി ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് എങ്ങനെ തീർക്കാൻ പറ്റിയ പടം എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ എഡിറ്റിംഗ് കൃത്യമായി കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഡബ്ബിങ് പല തിയേറ്ററുകളിൽ നടക്കുന്നു, പല സ്ഥലത്തും പല വർക്ക് നടക്കുന്നു. ഇതൊന്നും കുറേ എഡിറ്റ് ചെയ്ത് കുറേ ഡബ്ബിങ്ങിന് ഒരു തിയേറ്ററിൽ പറഞ്ഞു വിടും, അടുത്ത കുറേ വേറെ തിയേറ്റർ കൊടുത്തു വിടും. അത് ഡിജിറ്റൽ അല്ലല്ലോ, അത് അനലോഗാണ്. ഈ റഷ് പ്രിൻ്റ് അടിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നും പറയണ്ട, ഈ പടം മൊത്തത്തിൽ ആരും കാണുന്നില്ല. എനിക്കും കാണാൻ പറ്റുന്നില്ല, എഡിറ്റർക്കും കാണാൻ പറ്റുന്നില്ല, ആർക്കും കാണാൻ പറ്റുന്നില്ല. അതുപോലെ അതിനകത്തൊരു വേറൊരു വലിയ സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സീൻ, അതിലൊരു ഒരു അതായത് 1 ലൈനിൽ ഒരു ചെറിയ സീനാണ്.
ഒരു DGP വന്ന് മുഖ്യമന്ത്രിയോട് ഒരു 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 നാട്ടിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയണം. അന്ന് നമ്മുടെ പണ്ട് തിരുവനന്തപുരം ചാലയിലൊരു തീവെപ്പും പ്രശ്നങ്ങൾ നടന്നു. അത് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ച് വന്ന് DGP പറയണം. അതാണ് വൺ ലൈൻ പ്രകാരം. അപ്പോൾ ഞങ്ങളത് അതിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജനാർദ്ദൻ ചേട്ടനും DGP ആയിട്ട് തിലകൻ ചേട്ടനുമാണ്. അവർ തമ്മിലുള്ള സീനാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ ആ സീൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് സെറ്റ് ചെയ്ത്, അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ആ സീൻ തീർക്കാം, ഉച്ചയ്ക്ക് ശേഷം ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഷൂട്ടിങ് വെച്ചു. അപ്പം ഈ ദാമോദരൻ മാഷ് ഒന്ന് ഏറ്റെടുത്തെങ്കിലും മാഷ് അന്നേ സീൻ തരുള്ളൂ. കാര്യം അന്നത്തെ പൊളിറ്റിക്കൽ സംഭവങ്ങളും കൂടി അതിനകത്ത് കയറ്റിക്കൊണ്ടാണ് മാഷ് സീൻ എഴുതുന്നത്. അപ്പോൾ രാവിലെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. അസോസിയേറ്റ് ഡയറക്ടർക്ക് അറിയാം ഉച്ചവരെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷം വേറെ ആണെന്നൊക്കെ അറിയാം. അപ്പോൾ രാവിലെ ഞാൻ ലൊക്കേഷൻ വന്നപ്പോൾ അന്ന് മൊബൈലൊന്നും ആയിട്ടില്ല. ലൊക്കേഷൻ വന്നപ്പം അസോസിയേറ്റ് ഓടി വന്നു, സാറേ ഇത് ഇന്ന് ഷൂട്ടിങ് തീരുമെന്ന് തോന്നില്ല സാറേ, ഇന്ന് നാളെയും തീരുമില്ലല്ലോ. നോക്കിയപ്പോൾ 48 പേജാണ് ആ സീൻ. ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. ഞാൻ നോക്കിയപ്പം ആ സിനിമയുടെ മൊത്തം ചരിത്രവും ആ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ ആ സീനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ആ പൊളിറ്റിക്കൽ ഇഷ്യൂസും എല്ലാം, അതായത് ഒരു കുരുക്ഷേത്ര യുദ്ധത്തിനെ ബേസ് ചെയ്ത് 2 പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിനകത്ത് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു അക്ഷരം പോലും ഒന്നും വെട്ടാൻ പറ്റില്ല. കാര്യം ദാമോദരൻ മാഷ സ്ക്രിപ്റ്റാണ്. ദാമോദരൻ മാഷ അത്ര ചടുലമായ സംഭാഷണങ്ങളാണ്. ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ മാഷെ വിളിച്ചു. മാഷ് ലൊക്കേഷന് വന്നു. മാഷ് പറഞ്ഞു ഒന്നും ചെയ്യേണ്ടത്, അത് ആ സീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്. എനിക്കിങ്ങനെ മാഷായിട്ട് അങ്ങനെ വലിയൊരു അടുപ്പം വന്ന സമയത്തില്ല, അറിയാമെന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ബഹുമാനിക്കുന്നൊരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിനോട് അങ്ങ് തർക്കിക്കാനോ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറയണോ അല്ലെങ്കിൽ ഉച്ചകൊണ്ട് തീർക്കണമെന്ന് പറയാനൊന്നും പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല ഞാനും. അങ്ങനെ ആ സീൻ ഷൂട്ട് ചെയ്തു. ഉച്ചവരെ പ്ലാൻ ചെയ്ത ആ സീൻ 2 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. 2 ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷേ അത്രത്തോളം അതിനകത്ത് ഡ്രമാറ്റിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് തിലകൻ ചേട്ടനും ജനാർദ്ദൻ ചേട്ടനും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എഡിറ്റിങ്ങിൽ പലപ്പോഴും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു, അതേ സമയത്ത് എഡിറ്റ് ചെയ്ത് പോകുന്ന വേറെ സ്ഥലത്ത് റീ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് എൻ്റെ എഫക്ട്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ക്രിസ്മസിന് റിലീസ് ചെയ്തേ പറ്റൂ എന്നുള്ള മാനസികാപ്പൻ്റെ ഭയങ്കര നിർബന്ധവും. ഒടുവിൽ ആ പടം എപ്പോഴാണ് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫൈനലി ഒരേ സമയത്ത് 2 ഫസ്റ്റ് പ്രിൻ്റ് അടിക്കുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ ഫസ്റ്റ് പ്രിൻ്റ് എന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഡിജിറ്റൽ ആയതിനു ശേഷം പണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് കോപ്പി അടിക്കും. ഫസ്റ്റ് കോപ്പി അടിച്ചത് സെൻസർ ചെയ്ത് ഓക്കെ ചെയ്ത് വന്നതിലാണ് പിന്നെ ഫർദർ കോപ്പി, പിന്നെ അതിനകത്തുള്ള കളർ കറക്ഷൻസ് എല്ലാം ചെയ്തിട്ടാണ് ഫർദർ കോപ്പി. ഇത് ആദ്യം ഫസ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കോപ്പി, അത് ഒരു എന്താ പറയുക, ഒരു വർക്ക് കോപ്പി എന്നാണ് പറയാൻ. അപ്പോൾ അത് അടിച്ചിട്ടാണ്, അത് തന്നെയാണ് സെൻസറും ചെയ്യുന്നത്. അപ്പോൾ 2 ഫസ്റ്റ് കോപ്പി അടിക്കാൻ പറഞ്ഞു. കാര്യം സെൻസറിന് ഒരെണ്ണം പോകണം, ഒരെണ്ണം നീ കണ്ടെന്തെങ്കിലും കറക്ഷൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് 2 കോപ്പി അടിച്ചു, ഒന്ന് നേരെ സെൻസറിന് അയച്ചു. അപ്പോൾ സെൻസറിന് പോയി, അപ്പോൾ സെൻസറിന് നമുക്കിരുന്ന് കാണാൻ പറ്റില്ല, ആ സെൻസറിൽ ആ ബോർഡ് മെമ്പേഴ്സേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് കാണാനൊരു ആവശ്യം, ഞാൻ പോലും നമ്മളാരും കണ്ടിട്ടില്ല പടം, പൂർണ്ണമായും സിനിമ കണ്ടിട്ടില്ല. സെൻസർ അന്ന് ചെയ്തേ പറ്റൂ, അത് കഴിഞ്ഞ് അവധിയാണ്. അതിൻ്റെ അടുത്ത ദിവസം റിലീസാണ്, ക്രിസ്മസിൻ്റെ അന്ന് ആ റിലീസാണ്. അപ്പോൾ സെൻസർ നടന്നുകൊണ്ടിരിക്കുന്നു. സെൻസർ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അടുത്ത പ്രിൻ്റ് കൊണ്ടുപോയിട്ട് ഞങ്ങളിരുന്ന് അതിൻ്റെ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത് 4 മണിക്കൂർ 10 മിനിറ്റാണ്. 4 മണിക്കൂർ 10 മിനിറ്റ്. ഒരിക്കലും തിയേറ്ററിൽ അത് പറ്റില്ല, കാരണം ഒരിക്കലും അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല, കണ്ടിരിക്കില്ല ആൾക്കാർ. പക്ഷേ നമുക്ക് തോന്നുന്നുണ്ട് ഒരുപാട് സീൻസ് എഡിറ്റ് ചെയ്യാറുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ഇനി അത് കുറേ ട്രിം ചെയ്യണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാനും ശ്രീകർ പ്രസാദുമായിട്ട് പുറത്തിറങ്ങി പറഞ്ഞു, നമുക്ക് ഈ രീതിയിൽ സിനിമ വിട്ടാൽ പ്രശ്നമാവും, നമുക്ക് എന്തായാലും ഇതും കൊണ്ട് നേരെ എഡിറ്റിന് പോകാം, ഇത് വെച്ച് തന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമുക്ക് അതിനൊന്നും കൂടെ ചുരുക്കിയിട്ട് നമുക്ക് പ്രിൻ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ സെൻസറോടെ പോയി, സെൻസർ ഓക്കെ ആയി, സെൻസർ വന്നു, സെൻസർ കട്ട്സും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഞാനും എഡിറ്ററും കൂടി പ്രിൻ്റും എടുത്തുകൊണ്ട് നേരെ എഡിറ്റിംഗ് റൂമിൽ പോകും. എഡിറ്റിംഗ് റൂമും ലാബും ഒരേ സ്ഥലത്താണ്. മദ്രാസിലെ ജെമിനി ലാബിൻ്റെ മുകളിലാണ് ശ്രീകർ പ്രസാദിൻ്റെ അന്നത്തെ എഡിറ്റിംഗ് റൂം. ഞങ്ങൾ നേരെ അവിടെ എഡിറ്റിംഗ് ചെന്നപ്പോൾ താഴെ ലാബിൽ
ലാബ് വഴി വേണം എഡിറ്റിങ്ങിലോട്ട് കയറാൻ. ഞങ്ങൾ ലാബിലോട്ട് കയറുമ്പോൾ അവിടെ പണ്ട് ഈ പെട്ടി നമ്മുടെ പറയുക ഈ ഫിലിം ക്യാൻ ബോക്സിലാണ് ഈ തിയേറ്ററുകളിലേക്ക് ഫിലിം പോകുന്നത്, പ്രിൻ്റ് പോകുന്നത്. അപ്പോൾ നോക്കിയപ്പം കുറേ ബോക്സുകൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ജനമെന്നെഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിടുത്തെ ലാബ് ടെക്നീഷ്യനുണ്ട് ഒരാൾ. അപ്പോൾ പുള്ളിയോട് ചോദിച്ചിങ്ങനെ അപ്പം ഈ ശ്രീഹർ പ്രസാദ് എന്ന് പറഞ്ഞു, പ്രിൻ്റ് അടിക്കണ്ട, കുറച്ച് കറക്ഷനുണ്ട്, നെഗറ്റീവ് തരേണ്ടി വരും, നെഗറ്റീവ് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ പറഞ്ഞു എന്നെ സാധിച്ചുള്ളത് ആ പ്രിൻ്റെല്ലാം അടിച്ചു കഴിഞ്ഞു. അന്നേരം 18-20 പ്രിൻ്റാണ് ആ പടം റിലീസ്. ആ പ്രിൻ്റെല്ലാം അടിച്ചു കഴിഞ്ഞു. പ്രിൻ്റ് ഇതാ അടുത്ത് ഇപ്പം അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ പെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടി വെച്ച് ഇന്ന് കയറ്റി വിടുകയാണ് പടം. ഇന്ന് വൈകിട്ട് ട്രെയിനിൽ പടം നാട്ടിലേക്ക് പോവാണ് മദ്രാസിൽ നിന്ന്. ഞാൻ ശ്രീഹർ പ്രസാദ് ചിരിച്ചു. എന്താ തമ്പി? ഞാൻ എന്ത് ചെയ്യാൻ ഞാനീ, ഇത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ആ പടം 4 മണിക്കൂർ 10 മിനിറ്റ് കണ്ട തിയേറ്ററിൽ വന്നു. പിന്നെ തിയേറ്ററിലെ വലിയ എഡിറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും, അവരാണ് പണ്ടൊക്കെ മലയാള സിനിമയുടെ എഡിറ്റർ. അവർ തീരുമാനിക്കും, ആ സീൻ കൊള്ളില്ല, ആ സീൻ നമുക്ക് അങ്ങ് എടുത്ത് കളയാം എന്ന്. പണ്ട് ഈ ഫിലിം ഓടിക്കൊണ്ടിരിക്കുമ്പം പണ്ട് തിയേറ്ററിലെ ഓപ്പറേറ്റേഴ്സ് എഡിറ്റർമാരുണ്ട്. അവരവർക്ക് തോന്നിയ പോലെ പല തിയേറ്ററിലും ചെയ്തു. വളരെ നല്ല രീതിയിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയായി മാറേണ്ടിയിരുന്ന സിനിമയായിരുന്നു ജനം. വളരെ വലിയ സക്സസ് ആവേണ്ടതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കും, മധുസാറിനെ കൊണ്ട് ആ വേഷം ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പോൾ ശശിധരൻ നാട്ടിൽ പറഞ്ഞു, മധുസാർ ചെയ്യുമോ? ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കാം. അങ്ങനെ പ്രൊഡ്യൂസറോടും പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഞാനും ശശിധരൻ നാട്ടിലും കൂടെ മധുസാറിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയിട്ട് ഈ കഥ പറയുന്നു. അപ്പോൾ മധുസാർ പറഞ്ഞു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്നോട് ഈ കഥ എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ എങ്ങനെ എന്നെ ആ കഥാപാത്രമായിട്ട് കണ്ടു? ഞാനിങ്ങനെ കോമഡി ചെയ്യുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ചോദിച്ചു.